ഞാനാണ് വിളവെടുക്കുന്നത്. ഗോഡ് സേസ് ഐ ആം ദ വൺ ഹൂ ടേക്സ് ദ ഹാർവെസ്റ്റ്. വിളവെടുക്കുന്നത് അതാണ് നമ്മൾ ഈ കൊരിന്ത്യറിനകത്ത് വായിക്കുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യറിനകത്ത് നമ്മൾ വാക്യം വായിക്കാം. അതിന് മുമ്പ് സങ്കീർത്തനം 16:5-6 ഇങ്ങനെ വായിക്കുന്നത്, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അത് എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. 5-ാം വാക്യം, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവ ആകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നത് എൻ്റെ ദൈവമാണ് എന്ന് എനിക്ക് ആദ്യം ഉറപ്പ് വരണം. അതല്ലെങ്കിൽ നമ്മൾ അല്പം വിഷമം വരും. എല്ലാ ദിവസവും രാവിലെ വിഷമം തുടങ്ങിയാൽ വൈകിട്ട് വരെ കാണും സ്ത്രീകൾക്ക്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒത്തിരി വിഷമത്തിലായിരിക്കുന്നതെങ്കിൽ എൻ്റെ ദൈവമാണ് എൻ്റെ മക്കളെ തന്നിരിക്കുന്നതെന്നും മോശയുടെ അമ്മ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടപ്പോൾ വെള്ളത്തിൽ ഇറക്കി വിട്ട നിമിഷം തൊട്ട് മോശ ദൈവത്തിൻ്റെ മകനായി മാറി. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി ക്രിസ്തുവിലാക്കി കഴിഞ്ഞ്, അതായത് ബാപ്റ്റിസം കൊടുക്കുക, ചെറുതായിട്ട് കൊടുക്കുന്നു വലുതായിട്ട് കൊടുക്കുന്നു, എന്തെങ്കിലും ആയിട്ട് ദൈവത്തെ സ്വീകരിച്ച് കഴിയുമ്പോൾ തൊട്ട് അവർ ദൈവത്തിൻ്റെ മക്കളാണ്. ദാറ്റ്സ് ഓൾ. അപ് ടു ദാറ്റ് ഉള്ളി നമുക്ക് അധികാരമുള്ളൂ. അത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സന്തതിയായിട്ട്. പിന്നെ മോശയുടെ മേലുള്ള അധികാരം ദൈവമാണ് എക്സസൈസ് ചെയ്ത്. എന്നാൽ ദൈവം തൻ്റെ മഹാകരുണയിൽ ഈ മോശയെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു കഴിഞ്ഞപ്പം അഹറോൻ്റെ സഹോദരി തന്നെ വന്നെടുത്തിട്ട് വളർത്തുന്നതും എന്നിട്ട് മോശയുടെ അമ്മ തന്നെ പാലൂട്ടി കൊടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പം ദൈവം ഓർക്കസ്ട്രേറ്റ് ചെയ്യുകയാണ്. അതായത് അവിടെ ഇവിടെയുള്ള സാഹചര്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് അത് അനുഗ്രഹമാക്കി തരുന്ന ദൈവത്തെയാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. ഈ 1 കൊരിന്ത്യർ 3 പറയുന്നുണ്ട്, നമ്മൾ നടും, അപ്പോളോസ് വെള്ളമൊഴിക്കും, പക്ഷേ വിളവെടുക്കുന്നത് ദൈവം തമ്പുരാനാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് വിളവെടുക്കാൻ നമ്മൾ വിചാരിച്ചേക്കത്തില്ല, ദൈവം തമ്പുരാനാണ് വിളവെടുക്കുന്നത്. അത് നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. കാരണം വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നട്ടു, 1 കൊരിന്ത്യർ 3:6 ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഓരോരുത്തരും താൻ്റെ അധ്വാനത്തിന് തക്കവണ്ണം കൂലി കിട്ടും. ആക്ച്വലി ഇറ്റ്സ് എ റിവാർഡ്. അപ്പം നമ്മൾ നമ്മുടെ സന്തതികളെ ദൈവത്തിന് വേണ്ടി ഒരുക്കിയെടുത്ത് ദൈവത്തിൻ്റെ വയലിലേക്ക് കയറ്റിവിട്ട് അവർക്ക് വേലി കെട്ടിയേച്ച് നമ്മൾ പറയും, ഇതാ ദേ ബിലോങ് ടു യു, അത് ദൈവത്തിൻ്റെ ആണ്, നിനക്ക് വേണ്ടിയാണ് ഞങ്ങൾ വളർത്തുന്നത്, നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന മക്കളാണ് എന്ന് ദിനംപ്രതി നമ്മളെ ഓർപ്പിക്കണം. അത് ഈ കാലയളവിൽ ആർക്കും ഇല്ല. പലരും നമ്മുടെ സന്തതികളെ ദൈവം ചോദിച്ചാൽ കേൾക്കാത്ത ഭാഗത്തിലിരിക്കും. വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. ദൈവം പറയുന്നു, ഞാനാണ് പ്രതിഫലം തരുന്നത്. പ്രതിഫലം തരണമെങ്കിൽ നമ്മൾ ജോലി ഒരു കൃഷിക്കാരനെ പോലെ ചെയ്യണം. കർത്താവ് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ, പൗലോസ് എഴുതിയിരിക്കുന്നതാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം. അപ്പം ദൈവത്തിന് വേണ്ടി ഗൃഹം നിർമ്മിക്കുകയാണ് നമ്മുടെ ജോലി. സോ ഇത് കൂട്ടുവേലക്കാരാണ്. ദൈവത്തിന് കൂട്ടുവേലക്കാരെന്ന് പറയുമ്പം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഞാനും നിങ്ങളും ആത്മീക ഗോളത്തിലുള്ളവർ ദൈവത്തിന് വേണ്ടി ഒരുമനപ്പെട്ട് നിൽക്കുക. അതുകൊണ്ടാണ് ഐക്യത, സ്നേഹം, ഇത് രണ്ടും ഒന്നിച്ചു വന്നാൽ അവിടെ അതിശയം നടക്കും. അത് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. ഇത് ഞാൻ വിളവെടുക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ വിളവെടുക്കാൻ ചെന്നേച്ച് വിളവെല്ലാം എടുത്ത് ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിലൊന്നും അങ്ങനെ അധികം ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല. അവിടെ ഈ ഉണങ്ങിയ സ്ഥലത്ത് തന്നെ വെള്ളം കയറ്റിയിട്ടിട്ടാണ്. അപ്പം വെള്ളം മാറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഡ്രൈ ആകും. അപ്പം നമ്മൾ നെല്ല് കൂട്ടിയിട്ടിട്ട് ദൈവമേ നീ നല്ല വിളവെടുപ്പ് തന്നല്ലോ എന്ന് പറഞ്ഞ് പ്രൈസും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞേച്ച് തിരിച്ചു വരികയാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് അത് കൊടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പം പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി അവർ കളിക്കുകയാണ്, അവരെടുത്തുകൊണ്ട് പോകുന്നില്ല. അപ്പം വീണ്ടും കർത്താവിനോട് ചോദിച്ചു, നിന്നോട് ചോദിച്ചിട്ടല്ലേ, അപ്പച്ചൻ അനുഗ്രഹിച്ചിട്ടല്ലേ വയലിലിട്ടത്, അപ്പച്ചൻ അനുഗ്രഹിച്ച ഭൂമിയിലല്ലേ നമ്മളിട്ടത്, അപ്പച്ചൻ്റെ വെത്തല്ലേ ഇട്ടത്, പിന്നെ വിളവെടുപ്പിച്ചത് അപ്പച്ചനല്ലേ, പിന്നെ എന്താ അവസാനവും തടസ്സം? ഇതാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു വലിയ ഘടകം. ദൈവം നമുക്ക് വിളവെടുപ്പ് തന്നാലും അത് അനുഭവിക്കുക എന്നത് അടുത്ത പ്രോസസ്സാണ്. അത് മിക്ക വിശ്വാസികൾക്ക് ഏകദേശം ഒരു 90% ഓഫ് ബിലീവേഴ്സ് ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അവർക്ക് കിട്ടുന്നില്ല.
കാരണം നമ്മൾ വിചാരിച്ചോ വിളവെടുത്തു, ഞാൻ വിളവെടുത്തു, നെല്ലവിടെ കൂട്ടിയിട്ടേച്ച് ഞങ്ങൾ രാത്രിയിൽ വീട്ടിൽ തിരിച്ചു വന്നപ്പം, തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ രാത്രി 12ഓളം മണിയായി. അപ്പോൾ രാത്രി വന്നിട്ട് ദൈവത്തെ എല്ലാം ഏൽപ്പിച്ച് സന്തോഷമായിട്ട് കിടന്നു കഴിഞ്ഞിട്ട് നേരം എടുത്തപ്പോൾ രാത്രിയിൽ ദുഷ്ടൻ കൊണ്ടുവന്ന് കളയിട്ട് അവിടെ രാവിലെ ആയപ്പോൾ അവിടെ പ്രശ്നമുണ്ടായി. വീണ്ടും കൊണ്ട് ദൈവസന്നിധിയിലോട്ട് ഏൽപ്പിച്ചപ്പം ദൈവം പറഞ്ഞതാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന വാഗ്ദത്തങ്ങൾ. അന്നേരം ദൈവം പറഞ്ഞത്, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാന്ന്. അളവ് നൂലും മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ദൈവമാണ് അളവ് നൂലിട്ടിരിക്കുന്നെങ്കിൽ ആരാണ് ശത്രു എന്ന് ചോദിക്കുന്ന ഒരു ദൈവം മുമ്പിൽ നിൽപ്പുണ്ട്. ഞാൻ പോയോ തമിഴ്നാട്ടിൽ? ഇല്ല, ഞാൻ പോയില്ല. ഞാൻ വചനമെടുത്തിട്ട് വചനമാകുന്ന വാളുകൊണ്ട് ദുഷ്ടനെ ആകാശമണ്ഡലത്തിൽ 2ാം സ്വർഗത്തിൽ കയറി നിന്ന് നിനക്കെന്ത് അവകാശമെന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് നമ്മളും ദൈവമായിട്ടുള്ള ഉറ്റ ബന്ധം. നമ്മൾ ആത്മാവിൽ തീക്ഷ്ണമായിട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മളെ കൊണ്ട് ദൈവമാണ് വിളവിട്ടതെങ്കിൽ, അപ്പച്ചൻ പറഞ്ഞു ഞാൻ ആ വിളവെടുക്കാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അന്നേരം തന്നെ കർത്താവിനോട് പറഞ്ഞു, ഞാനാണ് വിളവിട്ടതെങ്കിൽ ഞാൻ വിളവെടുക്കാൻ. ഞാൻ പോയില്ല, എനിക്ക് ഉത്തരം കിട്ടി, ഞാനിവിടെ തന്നെ ഇരുന്നു. ഇടയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ മാനുഷികമായ ഭയങ്ങൾ കയറി വരും. കാരണം ചിന്തിക്കാം, മഴ പെയ്തെങ്കിൽ ഈ നെല്ലെല്ലാം അഴുക്കായി പോകും, അതവിടെ കിടന്ന് കിളുത്താൽ അത് പ്രശ്നമാകും. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരും. പക്ഷേ അന്നേരം എല്ലാം പറഞ്ഞു, ഞാനാണ്, ഈ വചനമാണ്, ഞാനാണ് വിളവിടിവിച്ചതെങ്കിൽ വിളവെടുക്കാൻ ഞാൻ വിശ്വസ്തനെന്ന് പറഞ്ഞ വാക്യം പൊങ്ങി വരും. ഇതെന്നും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ബാറ്റിൽ. ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാലും യുദ്ധം അവസാന നിമിഷം വരെ കാണും. പക്ഷെ യുദ്ധത്തിൽ തോൽക്കാതെ ഉറച്ചു നിൽക്കാൻ നിന്റെ കാലുകൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നിടത്ത് തിരിഞ്ഞോടരുത്, അവിടെ തന്നെ നിൽക്കണം. കർത്താവിന് അങ്ങനെയുള്ളവരെയാണ് ആവശ്യം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, സങ്കീർത്തനം 2:4, ഈ ദുഷ്ടൻ നമുക്ക് വേണ്ടി നിൽക്കുമ്പം ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് ശത്രുക്കൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ ചാവിനകത്തൊരു ചെറിയ പങ്ക് വഹിക്കുന്നതായിട്ട് എന്നെ കാണിക്കുന്നത്. എനിക്കത് പ്രശ്നമല്ല. കർത്താവ് പിശാച് ആരെ ഉപയോഗിക്കും, എൻ്റെ ദൈവം ആരെ ഉപയോഗിക്കും. അപ്പം ദൈവം എന്നോട് പറഞ്ഞു സങ്കീർത്തനം 2 എടുക്കാൻ പറഞ്ഞു. സങ്കീർത്തനം 2-നകത്ത് ദൈവം തമ്പുരാൻ പറയുന്നത് എന്താണ്? ദൈവം ദുഷ്ടനെ നോക്കി ചിരിക്കുന്നു. അതാണ് 2:3. പിശാച് പറയാണ് നമുക്ക് അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. 2:3 സങ്കീർത്തനം. എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. ദൈവം ചിരിച്ചു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ കാലം തീർന്നു. ദൈവം ചിരിക്കുകയാണ്. ദൈവം നമ്മളോട് പറയാണ്, ഞാനാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവം. 138 സങ്കീർത്തനത്തിൻ്റെ 2. ഇത് ഓരോ വാക്യങ്ങളും വാളായിട്ട് പോവുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് വചനം അയക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. ആ വചനം അയച്ചാൽ അത് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരികയില്ല. എന്തിനാണ് ഞാൻ ഈ വയലിനെ കുറിച്ചും വിളവെടുപ്പിനെ കുറിച്ച് പറയുന്നത്? ഇത് തന്നെയാണ് മക്കളുടെ ജീവിതത്തിലും തലമുറകളുടെ ജീവിതത്തിലും. 138:2 ഇങ്ങനെയാണ് വായിക്കുന്നത്. 2, ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നമ്മൾ ദൈവത്തോടാണ് പറയുന്നത്. നിൻ്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം. നിൻ്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഹിസ് പ്രോമിസസ് ആർ എബവ് ഹിസ് നെയിം. അതാണ് എൽ ഷഡായ്, എൽ അഡോണായ്, യഹോവ ഷമ്മ. ഇങ്ങനെ ഓരോ ദൈവനാമത്തിന് ഉപരിയായിട്ട് അവൻ്റെ വാഗ്ദത്തം നിൽപ്പുണ്ടെങ്കിൽ വാഗ്ദത്തം കണ്ടുപിടിക്കുക. വാഗ്ദത്തം കണ്ടുപിടിച്ചിട്ട് എറിയാൻ തുടങ്ങിയപ്പോഴെന്ത് പറ്റി? ശത്രു ഓടി. 112 സങ്കീർത്തനം. ഇതെല്ലാം അന്നേരം ദൈവം തരുന്ന സങ്കീർത്തനങ്ങളാണ്. ദൈവം എങ്ങനെ സംസാരിക്കുമെന്ന് വചനം അറിയുന്നവർക്കേ പറയാനൊക്കത്തുള്ളൂ. നമ്മൾ വചനമെടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ ശത്രുവിന് ദൈവം പറയുന്ന വചനം, ഏത് വചനമാണെങ്കിലും വേദപുസ്തകം തുറന്നാൽ ദൈവം അത് കാണിച്ചു തരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. 112:1-2 യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത്? തലമുറകളുടെ മേൽ അനുഗ്രഹം വരണമെങ്കിൽ അപ്പനമ്മമാര് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ വയലിൽ ഇറങ്ങി പ്രാർത്ഥിക്കണം.
വയൽ പറഞ്ഞ് വിളവ് നിറഞ്ഞു കിടക്കുന്നു, കൊയ്ത്തിനോ ആളില്ല, കൊയ്യാൻ വേണ്ടി ആളുകളെ ഉണ്ടാക്കാൻ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് ദൈവാത്മാവ് പറയുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധാത്മാവിൽ നമ്മളോട് കർത്താവ് എന്ത് പറയുന്നു വചനത്തിൽ? അങ്ങനെ ദൈവം തമ്പുരാൻ 114 സങ്കീർത്തനത്തിൽ പറയുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവൻ്റെ വിശുദ്ധ മന്ദിരം, ഇസ്രായേൽ അവൻ്റെ ആധിപത്യമായി മാറുന്നു. അപ്പം നമ്മൾ പറയുമ്പം ദൈവമേ കർത്താവ്, പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളും, സമുദ്രമേ നീ ഓടുന്നത്, പർവ്വതമേ നീ മാറുമെന്ന്. ഏത് പ്രശ്നമാണെങ്കിലും ആത്മീക തലത്തിലാണ് നമ്മൾ അത് നേരിടുന്നത് എങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ശക്തമായ പ്രവർത്തനം വചനത്തിൽ കൂടെ ചെയ്തെടുക്കും. നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഓടിപ്പോകാനൊക്കത്തില്ല. പക്ഷെ നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം അയച്ചാൽ രണ്ടാം സ്വർഗത്തിൽ കയറി നിന്ന് വചനം അയക്കാനും വാളെടുത്ത് ഉപയോഗിക്കാനും ദൈവം അധികാരം തരികയാണ്. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. പ്രയാസം വരുമ്പോൾ വചനം എടുക്കുക. വചനം അറിയാമെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എനിക്ക്, അതിനേത് വചനമാണെന്ന് ചോദിച്ചാൽ മെസ്സേജായിട്ട് എത്രയോ വചനങ്ങളാണ് ഓരോ സാഹചര്യത്തിന് പറ്റുന്നതാണ് ഞാൻ അയച്ചു തരുന്നത്. അത് പലപ്പോഴും ഈ വചനങ്ങൾ പല പ്രാവശ്യം കേട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ ജയമെടുക്കും. അങ്ങനെ ജയമെടുത്ത ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ വിളവെടുപ്പിനകത്ത് നമ്മൾ കണ്ടു, ഭൗമികമായ തലത്തിൽ കണ്ടു. പക്ഷെ ആത്മീക തലത്തിലും ദൈവം ഓൾറെഡി ജയമെടുത്തെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ പറഞ്ഞത്? ദൈവം ക്രൂശിൽ കടന്നപ്പോൾ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് പൂർത്തിയാക്കി, സകലതും പൂർത്തിയാക്കി എന്ന് പറയുന്ന ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വിശ്വസ്തനായ ദൈവം കർത്താവ്, എൻ്റെ ഓഹരിയുടെ പരിപാലനം നിന്നിൽ കൂടെ അപേക്ഷ, അളവ് നൂലും മനോഹര ദേശത്ത് ഇടുന്നത് നീ അപേക്ഷ കർത്താവ്, ശണ്ട കൂടിയ സ്ഥലങ്ങളിൽ ഞങ്ങളെ മാറ്റിയേച്ച് നീ ഞങ്ങൾക്ക് സ്ഥലമൊരുക്കി തരുന്നവനാണ്. അവിടുന്നാണ് വിളവിടുന്നതെങ്കിൽ വിളവെടുക്കാനും വിശ്വസ്തൻ. ഞങ്ങളുടെ മക്കൾ നീ തന്ന വിളവുകളാണ്, നീ തന്ന വിത്തുകൾ അപ്പച്ച. അത് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ആലോചന പ്രകാരം പ്രീഡിസ്റ്റൈൻഡ് ദൈവം നിയോഗിച്ചയച്ച കുഞ്ഞുങ്ങൾ നിൻ്റേത് തന്നെ. യഹോവ ഭക്തന്മാരെ, നിങ്ങളുടെ സന്തതികളെ ദൈവത്തിന് കൊടുപ്പീൻ. അങ്ങനെ തന്നെ പറയുമ്പം ഞങ്ങളുടെ തലമുറകൾക്ക് വരാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം വേലി കെട്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അപ്പച്ച. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, തലമുറയായിട്ട് എന്നേക്കും ഓർക്കുന്ന ഒരു ജ്ഞാപകമായിട്ട് എഴുതി വെക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലട്ടെ അപ്പച്ച. മാറ്റമില്ലാത്ത വചനം. ആകാശവും ഭൂമിയും മാറിപ്പോകും, എങ്കിലും നിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതിന് സ്തോത്രം. അതിനിറങ്ങി വന്ന് ഞങ്ങളെ സഹായിക്കാൻ തക്കവണ്ണം യുദ്ധവീരനായിട്ട് മുമ്പിൽ നിൽക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും തലമുറകളെയും തലമുറ ഇൻ ഇറ്റേണിറ്റി, അതായത് എന്നേക്കുമായിട്ട് തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിക്കുക. അതേപ്പച്ച നന്മ ചെയ്യുന്നവനെ 1000 തലമുറ വരെ അനുഗ്രഹിക്കുന്നുള്ള വാഗ്ദത്തം ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. തലമുറ മേൽ നിൻ്റെ കൈവച്ച് കഴിഞ്ഞിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.